നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സൈനികപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ അകത്ത് തന്നെ വലിയൊരു സൈനിക ആഭ്യന്തര യുദ്ധം നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃഷ്ണൻ കണ്ടായിരുന്നു? കണ്ടു. നമ്മൾ തുടക്കം മുതൽ എല്ലാം ഇതിന്റെ ചർച്ച എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിയുന്ന സമയത്ത് രാജ്യത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാനെതിരെ ഒരു നീക്കം ഉണ്ടാകുമെന്നുള്ളത്. അത് ബലൂചിസ്ഥാൻ മാത്രമല്ല, താലിബാൻ അവരുടെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകും, നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ. അതെ, പ്രത്യേകിച്ച് ഈ പറയുന്ന പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാങ്കോച്ചർ എന്ന് പറയുന്ന ഒരു നഗരം, കലാത്ത് എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ ഒരു സ്ഥലം. അവിടെയുള്ള പ്രധാനപ്പെട്ട ഈ സൈനിക ക്യാമ്പുകളും അതുപോലെ പല സർക്കാർ സ്ഥാപനങ്ങളും ഇപ്പോൾ ബലൂചിസ്ഥാൻ ആർമി പിടിച്ചെടുത്തു എന്നുള്ള, ആ നഗരം മൊത്തം കീഴടക്കി എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, കൂടുതൽ മേഖലകളിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആയുധധാരികളായിട്ടുള്ള ഈ ബലൂചിസ്ഥാൻ ആർമിയിൽപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങളും ഇപ്പോൾ വീഡിയോസൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തലവേദന അടുത്തത് ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ ഈ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ ഈ മാങ്കോച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വലിയ ഒരു സിറ്റിയാണ്, കുറച്ച് മേഖലകളിൽ മാത്രം, ബാക്കിയെല്ലാം മരുഭൂമി പുതച്ചു കിടക്കുന്ന കുറച്ച് മേഖലയാണ്. അപ്പോൾ ഈ ഒരു നഗരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി തന്നെയാണ് പ്രത്യേകിച്ചും ബലൂച് ലിബറേഷൻ ആർമിയെ സംബന്ധിച്ച് അവർക്ക് ബലൂചിസ്ഥാൻ പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ടായി തന്നെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ ജാഫർ എക്സ്പ്രസിന്റെ ഹൈജാക്കിങ്ങിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പാകിസ്ഥാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാനും UN-ലടക്കം ആരോപിക്കുന്ന ഒരേ പല്ലവി എന്താണ്, ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ സഹായിക്കുന്നത്. ഇന്ത്യ തെളിവ് കിട്ടിയെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒരു തെളിവ് പുറത്തു വന്നിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടുണ്ട്, അതൊന്നും ലോകരാജ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്ത് നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കി 30-ലധികം സൈനികരെ വെടിവെച്ച് വീഴ്ത്തി. ഇതൊക്കെ തന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ചവിട്ടുപടിയാണെന്ന് അവർ വാദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭീഷണിപ്പെടുത്തുന്ന ഭയാനകമായ ചില ദൃശ്യങ്ങൾ, പാകിസ്ഥാനെ സംബന്ധിച്ച് ഭയാനകമായ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇന്നും ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ബലൂച്ച് റിബൽസ് ഇതിനോടകം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത്, ആദ്യം മുതൽ തന്നെ ഇന്ത്യ കൊടുത്ത ഒരു താക്കീതായിരുന്നു. പാകിസ്ഥാൻ ഒന്നാമത് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു ശേഷിയല്ല ഇന്നുള്ളത്. അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതിനു മുൻപ് 4 യുദ്ധങ്ങളുണ്ടായിരുന്നു. ഈ 4 യുദ്ധങ്ങളിൽ 3 എണ്ണവും നടത്തിയത് കശ്മീരിനെ ചൊല്ലിയായിരുന്നു. എന്നാൽ അന്നുണ്ടായിരുന്ന സാഹചര്യമോ സ്ഥിതിയോ അല്ല ഇന്ന് പാകിസ്ഥാൻ ഉള്ളത്. അതുമാത്രമല്ല, ഈ തരത്തിലുള്ള ആഭ്യന്തര കലാപവും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 40-50% വരുന്ന ബലൂചിസ്ഥാൻ മേഖല കൈയടക്കാൻ വേണ്ടി ബലൂജ് ലിബറേഷൻ ആർമി ഒരു ഭാഗത്ത് നടക്കുന്നു. ചൈനയുടെ നിർമ്മാണ പ്രവർത്തികൾ പാകിസ്ഥാൻ അകത്ത് നടക്കുമ്പോൾ ചൈനീസ് എഞ്ചിനീയർമാർക്ക് നേരെയും ചൈനീസ് പൗരന്മാർക്ക് നേരെയും ഇവർ ആക്രമണം നടത്തുന്നു. നേരത്തെ പരാമർശിച്ച കാര്യമാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയാതെ പാകിസ്ഥാൻ പോലീസും പാകിസ്ഥാൻ സൈനികരും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും തന്നെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയാതെ ISI വളരെയധികം പരാജയപ്പെട്ടിരിക്കുന്നു. മറുഭാഗത്ത് പറയുകയാണെങ്കിൽ അതിർത്തി തർക്കമാണ് അതിരൂക്ഷമായിട്ടുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും അല്ല, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള. താലിബാൻ അധികാരത്തിലെത്തിയ സമയം മുതൽ പാകിസ്ഥാന് അധികാരത്തിലെത്തുമെന്നൊരു വാർത്ത കേട്ടപ്പോൾ പാകിസ്ഥാന് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം അവരും ആഗ്രഹിക്കുന്ന ഇതുപോലെയാണ്, എന്താണ്, ഒരു ഭീകര പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ സംഘടന, തങ്ങൾക്ക് ലഷ്കർ-ഇ-തയ്യിബ ഉണ്ട്, ജെയ്ഷെ-മുഹമ്മദ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന താലിബാൻ, അതിന് സമാനമായി താലിബാൻ അപ്പുറത്ത് നിൽക്കുന്നു. താലിബാൻ അധികാരം പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇനി ഒരുപാട് ഭീകരരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിക്കും. നമുക്ക് വലിയ രീതിയിൽ ഈ നെറ്റ്വർക്ക് വിപുലീകരിക്കാം. 1-2 അല്ല, പിന്നെ ചെറുകിട ഭീകര സംഘങ്ങളല്ല, നമുക്ക് വലിയൊരു സംഘങ്ങളായി മാറാമെന്നൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടെങ്കിലും താലിബാൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. അവർക്ക് നല്ലൊരു രാജ്യം പടുത്തുയർത്ത് പോകാനും അവർക്ക് വിദ്യാഭ്യാസം നേടാനും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ മാറി, ഒരുപാട് മാറി. ഇന്ത്യയുമായൊക്കെ തന്നെ നല്ല നയതന്ത്ര ബന്ധം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലൊക്കെ അവർ വളരെ പക്വമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതൊക്കെ എടുത്തു പറയേണ്ട സംഭവമാണ്. പക്ഷേ താലിബാനും പാകിസ്ഥാനും തമ്മിൽ ചേരത്തില്ല. ഇരുവരും മറ്റേ കീരിയും പാമ്പ് പോലെയാണ്. അതിർത്തിയിൽ നിരവധി പാകിസ്ഥാൻ പട്ടാളക്കാർ ഓരോ ദിവസവും വെടിയേറ്റ് വീഴുന്ന വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തെഹ്രീക്ക് താലിബാന്റെ ആക്രമണം, അതിൽ നിന്നും രക്ഷപ്പെടാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. ഇനി പാകിസ്ഥാൻ ഇത്രയും കാലം വെള്ളവും വളവും കൊടുത്ത ഈ ഭീകരർ തന്നെ അവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഫ്ഗാനിസ്ഥാൻ താലിബാന് പിടിച്ചെടുക്കാന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ പിടിച്ചെടുക്കാൻ ISI അടക്കമുള്ള ഒരു രംഗത്തെത്തിയ ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ വലഞ്ഞു നിൽക്കുന്ന ഒരു സമയം. ഈ സാഹചര്യത്തിൽ ബലൂജിൻ്റെ ആക്രമണം ഇപ്പുറത്ത് ഇന്ത്യയെ കയറി ചൊറിഞ്ഞു. ഇനി ഇന്ത്യ കഴിഞ്ഞ ദിവസം കൊടുത്ത തിരിച്ചടിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതായത് GPS
ജാമറുകൾ സ്ഥാപിച്ചുകൊണ്ടും അതുപോലെ ഇന്ത്യയിലെ നിരീക്ഷണം നടത്തുന്ന സകല ശൃംഖലകളെയും ചാരക്കണ്ണുകളും ഒക്കെ കുത്തിപ്പൊട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായി അക്കമിട്ട് തന്നെ പറയുന്നുണ്ട്. റെസിസ്റ്റൻസ് ഫ്രണ്ടിന് സഹായം നൽകിയ ലഷ്കർ ഇ തയ്യബ, ലഷ്കറിൻ്റെ സകല സപ്പോർട്ടും ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈനികർ 2 പേർ, പാകിസ്ഥാൻ പൗരന്മാർ 2 പേരുണ്ട്, അതിലൊരു പാകിസ്ഥാൻ സൈനികർ ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്തതായി പാകിസ്ഥാൻ ആർമിക്ക് ഇതിൽ പങ്കുണ്ട്, ISIക്ക് ഇതിൽ പങ്കുണ്ട്. ISI ആസ്ഥാനത്ത് വെച്ചിട്ട് ലഷ്കർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ലഷ്കർ ആസ്ഥാനത്തേക്ക് ISI ഉന്നത നേതാവ് എത്തിയതായിട്ടുള്ള സൂചന കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആർമി ഇതിനു വേണ്ടിയിട്ടുള്ള കുട പിടിച്ചു കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിരിക്കുന്നു. ഇനി ഇന്ത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. നമുക്കറിയാം, നേരത്തെ തന്നെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 2008 മുംബൈ ഭീകരാക്രമണം, അതിൽ ഇന്ത്യ ചെയ്ത വളരെ ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ അജൽ കസബിനെ നേരിട്ട് ജീവനോടെ പിടികൂടാനായി സാധിച്ചു എന്നുള്ളതാണ്. അതിലൂടെ ലോകത്തിന് മുന്നിൽ എന്താണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തുറന്നു പറയാൻ നമുക്കൊരു അവസരം കിട്ടി. രണ്ടാമതായി താഹാവൂർ റാണയെ ഇപ്പോൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്, അതായത് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റാണയിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള വിവരം പാകിസ്ഥാൻ ഹയർ ഒഫീഷ്യൽസ് ഈ ആക്രമണത്തിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് വ്യക്തമായ തെളിവ് NIA ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും NIA കസ്റ്റഡിയിലേക്ക് റാണയെ വിട്ടിട്ടുണ്ട്. ഇതൊക്കെ പാകിസ്ഥാൻ അങ്കലാപ്പിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പഹൽഗാമിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ഇതും ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു മറുപടി എന്ന രീതിയിൽ കൊടുത്തത് പാകിസ്ഥാന് തലയ്ക്ക് മുകളിൽ മറ്റൊരു വാളായി പഹൽഗാം ആക്രമണം മാറിയിരിക്കുകയാണ്. കാരണം ഇതിലും ഭീകരർക്കൊന്നും തന്നെ ഇതുവരെ പാകിസ്ഥാൻ അതിർത്തി കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ അതിർത്തി വിട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും ഇതിന് ചുറ്റളവിലുള്ള വനാതിർത്തിയിലും ഗുഹയിലും കാടുകളിലും ഒക്കെ തന്നെ ഒളിച്ചിരിക്കുകയാണ്. പേടിച്ച്, ആരെ പേടിച്ച്? ഇന്ത്യൻ ആർമിയെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ഉടൻ പിടികൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരെ പിടികൂടി കഴിഞ്ഞാലും പാകിസ്ഥാനെതിരെയുള്ള വലിയ ആയുധമായിരിക്കും. ചെറുതൊന്നുമല്ല, വളരെ വലിയ ആയുധമായിരിക്കും. ഇതുൾപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാകിസ്ഥാനെ പൂട്ടാൻ സാധിക്കും. എങ്ങനെ പൂട്ടാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു യുദ്ധം നടത്തിയാലോ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാലോ ഒന്നും തന്നെ പാകിസ്ഥാൻ പാഠം പഠിക്കില്ല. വ്യക്തമായ ഉദാഹരണമാണ്. കാരണം 65 മുതൽ 71-ലും 90-ലും 99-ലും ഒക്കെ തന്നെ സംഭവിച്ച 2002 മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് LOCയിലെ. അപ്പോൾ ഇതിലൊന്നും പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടില്ല? പാഠം പഠിച്ചിട്ടില്ല. നമ്മൾ അടുത്തായി സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തിരുന്നു. ഉറിയും ബലാക്കോട്ടും ഒന്നും തന്നെ പാകിസ്ഥാനെ എന്താക്കിയിട്ടില്ല? നന്നാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു സൈനിക നടപടിയിലൂടെ മാത്രം പാകിസ്ഥാനെ ഒതുക്കാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് തിരിച്ചടി നടത്തുന്നില്ല എന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ബില്ലാദിൻ്റെ കേസ് പറഞ്ഞു, അൽ-ഖയ്ദ. അപ്പോൾ അമേരിക്കയെ തന്നെ ഏറ്റവും നാണം കെടുത്തിയ ഏറ്റവും വലിയ ഭീകരാക്രമണം എന്താണ്? അവിടെ സംഭവിച്ച ട്വിൻ ടവറിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. 2001 സംഭവിച്ചിട്ട് അതിൻ്റെ സൂത്രധാരനായിട്ടുള്ള ഒസാമ ബിൻ ലാദനെ 10 വർഷമാണ് ട്രാക്ക് ചെയ്ത. 2011 എന്ത് ചെയ്തിട്ടുള്ളൂ? കൊലപ്പെടുത്തിയിട്ടുള്ളൂ. അത് കൊലപ്പെടുത്തിയിട്ട് കൃത്യമായ രീതിയിൽ തന്നെയുള്ള ഒരു മറുപടി അൽ-ഖയ്ദയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അൽ-ഖയ്ദ എവിടെയാണെന്നുള്ളത് പരിശോധിച്ചാൽ മാത്രം നമുക്ക് അതിലൂടെ മനസ്സിലാവും. സമാനമായ സ്ഥിതി തന്നെയായിരിക്കും പാകിസ്ഥാനും നൽകുന്നത്. ലഷ്കർ ഇ തയ്യബയ്ക്കോ ജെയ്ഷെ മുഹമ്മദിനോ മാത്രം കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമാവുന്നില്ല. അവിടെ നമ്മൾ ഈർക്കിൽ ഭീകര സംഘടനകൾ ഉൾപ്പെടെ നിരവധി പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. TRF ഒരു 6 വർഷത്തിന് മുൻപ് ഇല്ലായിരുന്നല്ലോ. ഈ 6 വർഷത്തിനകത്താണല്ലോ 2019 ശേഷമല്ലേ TRF ഉണ്ടായത്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇതുപോലെ പല ഭീകര സംഘങ്ങളും ഭീകര ഗ്രൂപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ രോഗത്തെ അല്ല, രോഗകാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. ഇവിടുത്തെ രോഗകാരണം പാകിസ്ഥാനാണ്. പാകിസ്ഥാന് കൃത്യമായ ചികിത്സ ഇന്ത്യ കൊടുക്കും. അതിനുവേണ്ടി തന്നെയാണ് ഗ്രേ ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നത്. ഗ്രേ ലിസ്റ്റ് ഉൾപ്പെടുത്തിയുള്ള ഉപയോഗം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുൻപ് പാകിസ്ഥാനെ ഈ സമാനമായ തെളിവുകൾ ഇന്ത്യ ഉന്നയിച്ചപ്പോൾ ഗ്രേ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രേ ലിസ്റ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ സാമ്പത്തിക സഹായം ഒരു കാരണവശാലും കിട്ടത്തില്ല. പ്രധാനമായി 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഭീകരർക്ക് പണം കൊടുക്കുന്നു, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു. അടുത്തതായി മണി ലോണ്ടറിംഗ് ആണ് പറയുന്നത്. പണം ഉപയോഗിച്ചുകൊണ്ട് ഏത് പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും പാകിസ്ഥാനെതിരെ നമുക്ക് പ്രൂവ് ചെയ്യാനായി സാധിക്കും. അതായത് ഇപ്പോൾ IMFൻ്റെ ഭാഗത്തു നിന്നും $multi-billion ആരാവശ്യപ്പെട്ടിരിക്കുന്നത്? പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മാസം 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു നടപടിയിലേക്ക് കടക്കും. ഇതിനൊക്കെ മുൻപായി അന്താരാഷ്ട്ര ബാങ്കിങ് ഏജൻസികളെ കൃത്യമായി ഇത് അറിയിക്കും. ഇതിൻ്റെ തെളിവ് സഹിതം അവർക്ക് മുന്നിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ശക്തമായി തന്നെ അവരെ എന്ത് ചെയ്യാൻ പറ്റും? എതിർക്കാനായി സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം. മറ്റുള്ള അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ കൂടി സപ്പോർട്ട് ആവശ്യമില്ല ഇതിൽ. ഉറപ്പായിട്ടും. കാര്യം ഇപ്പോൾ ഭീകരവാദ ധനസഹായ നിരീക്ഷണ സംഘമായിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉണ്ട്. അവരാണ് ഈ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ എന്ത് ചെയ്യുന്ന തിരികെ കൊണ്ടുവരാനായി ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ആഗോള കള്ളപ്പണം വെളുപ്പിക്കലും പിന്നെ ഈ പറയുന്ന ഭീകരവാദ ധനസഹായ പരിപാടികളും ഒക്കെ തന്നെ. പാകിസ്ഥാൻ ഇപ്പോൾ ജൂണിൽ ഗ്രേ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് തൊട്ട് പുറകെ എന്ത് ചെയ്തിട്ടുണ്ട്? 2022 അത് നീക്കം ചെയ്തു. അത് ചെയ്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ത് ചെയ്തു? കുറെ ഭീകരരെ പിടിച്ച് അകത്തിടുന്നു എന്നുള്ള. ആരെ അകത്തിടുന്നത്? ഹാഫിസ് സയ്യിദിനെയാണ്. ഹാഫിസ് സയ്യിദിനെ അകത്താണ് ഇട്ടേക്കുന്നത്.
ഹാഫിസ് സയ്യിദിനെ ഏറ്റവും സുരക്ഷിതമാക്കി നിർത്തിയേക്കുകയാണ്. ഹാഫിസ് സയ്യിദിനെ അവിടുന്ന് പുറത്തു വിട്ട് കഴിഞ്ഞാൽ എന്നേ പരലോകം പോകുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ്. ഒരേ സമയം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റി, അതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭീകരനെ സ്വന്തം നാട്ടിൽ വെച്ച് സംരക്ഷിക്കാനും കഴിഞ്ഞു. ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ എങ്ങനെ ഇതിനെ അനുകൂലിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ തെളിവുകൾ സഹിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ പറയുന്ന വാദം ശരിയാണെന്ന് അംഗീകരിച്ചേ മതിയാകൂ. തെളിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ നിഷേധിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തെളിവ് ശേഖരണത്തിനാണ് ഇന്ത്യ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, സമയം കണ്ടെത്തുന്നത്. NIA അടക്കം ആ തെളിവ് ശേഖരണത്തിൽ ഒരുപാട് ദീർഘം മുന്നോട്ട് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3000-ലധികം ആളുകളെ ഇതിനോടകം ചോദ്യം ചെയ്തു. 180ഓളം ആളുകളെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യും. 15-ലധികം ആളുകളെ ഇതിൽ നേരിട്ട് പങ്കെടുത്തതായി, നേരിട്ട് സഹായം നൽകിയതായി ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാകിസ്ഥാനെതിരായിട്ടുള്ള നീക്കം നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ IMF, ലോകബാങ്ക്, അതുപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും ഒക്കെ യൂറോപ്യൻ യൂണിയനും ഒക്കെ അവരുടെ പടി അതുക്കിലെത്തി കാല് പിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയിൽ നിന്ന് എടുത്തിരിക്കുന്ന വായ്പ അത് ഒരു കാലത്തും തിരിച്ചടയ്ക്കാൻ പോലും കഴിയത്തില്ല. ചൈനയുടെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ ചൈനയ്ക്കും അത് തന്നെയാണ് ആഗ്രഹം. ഒരു കാലത്തും എന്ത് ചെയ്യരുത്, അവർ തിരിച്ചടയ്ക്കരുത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും അവർക്ക് സ്വന്തമാക്കുകയും ചെയ്യണം. ഇതിനിടയിൽ ഇപ്പോൾ ഈ ചൈനയുടെ അവിടുത്തെ ആധിപത്യത്തെക്കുറിച്ച് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഒരുപക്ഷെ ഇന്ത്യയോട് തോൽക്കുകയാണെങ്കിൽ തന്നെ അവിടെ ചൈനീസ് ആധിപത്യം കൂടി അതും ഇന്ത്യക്ക് ഒരു ഭീഷണി ആവില്ലേ എന്നുള്ളൊരു സംശയം, അതൊരു ചോദ്യം. ഇന്ത്യക്ക് വലിയ ഭീഷണികളാണ്. ഈ സാഹചര്യത്തിൽ തന്നെ ഞാൻ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തിയിരിക്കുന്ന ആരാന്നറിയോ? ബംഗ്ലാദേശാണ്. എന്നു വെച്ചാൽ ബംഗ്ലാദേശ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യയുമായിട്ട് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടി വന്ന അന്ന് മുതൽ ഇന്ന് വരെ. ഇപ്പോൾ മുഹമ്മദ് യൂനിസിൻ്റെ ഇടക്കാല സർക്കാരാണ്. എന്നു മുതൽ യൂനിസ് അധികാരത്തിലെത്തിയോ അന്ന് മുതൽ ചൈനയോട് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ യൂനിസ് മുമ്പ് നടത്തിയ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്നുള്ള പരാമർശങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതായത് ഈ വെസ്റ്റ് ബംഗാളിൻ്റെ സൈഡ് പോർഷൻ, അവിടെ ചെറിയൊരു മൈന്യൂട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത്, കോഴിയുടെ കഴുത്ത് പോലെയാണ് ഇരിക്കുന്നത്. ബാക്കി ഇന്ത്യയുടെ ഭൂപടം നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ നോട്ടമിട്ടുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത്. ബംഗ്ലാദേശ് എവിടെയാണ് കിടക്കുന്നത്, ആരുടെ ഇടയിലാണ് കിടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ബംഗ്ലാദേശിന് അമേരിക്ക ഇന്ത്യക്ക് ഒരു പാടുമില്ല. പക്ഷേ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഇന്ത്യക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ല എങ്കിൽ ബംഗ്ലാദേശിനെ ഇന്ത്യയിലേക്ക് ആക്കുന്നതിൽ മറ്റു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. 65-ലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയപ്പോൾ ലാഹോർ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. വിട്ടുകൊടുത്തതാണ്. അതിൻ്റെ കാരണവും വളരെ വ്യക്തമാണ്. അതിൻ്റെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സൈനിക ചെലവ് ഇന്ത്യക്ക് ഉണ്ടാക്കും. ഇങ്ങനെ ഒരു ഭീമമായ ചെലവിലേക്ക് ഇന്ത്യക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ചൈനീസ് ഭീഷണി വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ, സൈനിക ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മേജർ ജനറൽ ഫസ്ലൂർ റഹ്മാൻ എന്നാണ് പറയുന്നത്. റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, സൈനിക ഉദ്യോഗസ്ഥനാണ്. ബംഗ്ലാദേശ് റൈഫിൾസിൻ്റെയാണ്. ഇപ്പോൾ ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്ന സൈനിക വിഭാഗത്തിൻ്റെ മേജർ ജനറലായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പാകിസ്ഥാനെതിരായി ഇന്ത്യ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പിടിച്ചെടുക്കണം. 1-2 അല്ല, 7 സംസ്ഥാനങ്ങൾ. ഈ പറയുന്ന ചിക്കൻ നെക്ക് പോർഷനിൽ കിടക്കുന്ന ആ കംപ്ലീറ്റ് മേഖലയും വെസ്റ്റ് ബംഗാൾ മുതൽ മേഘാലയ, ആസാം, ആ മേഖല കംപ്ലീറ്റ് എന്ത് ചെയ്യണം, പിടിച്ചെടുക്കണമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ ലാഘവത്തോടു കൂടി പറയുകയാണ്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള ബംഗ്ലാദേശ് 7 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കുമെന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുക്കാനായി ഇതുപോലെ നിരവധി ആളുകളുണ്ട്. അതുപോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ബംഗ്ലാദേശ് ഒറ്റയ്ക്കല്ല, ചൈനയുടെ സഹായം തേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചൈനയുടെ സഹായത്തോടെ സൈനികപരമായൊരു നീക്കം നടത്തി എന്ത് ചെയ്യണം, ഈ മേഖല പിടിച്ചെടുക്കണം. ചൈനയ്ക്ക് താല്പര്യമുള്ള വിഷയമാണ്. അരുണാചലിന് മേളിൽ ചൈന അവകാശവാദം ഉന്നയിച്ച് തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ചൈനയ്ക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് മുതലെടുക്കാനായി ചൈന ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചൈന അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. കാരണം ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും മറ്റ് വിദേശ രാജ്യങ്ങളും റഷ്യ അടക്കം, അമേരിക്ക ഉൾപ്പെടെ നേരിട്ടിറങ്ങേണ്ട സാഹചര്യം അവിടെ ഉണ്ടാകും. അന്ന് അമേരിക്ക ആരെ തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ വലിയ അങ്കലാപ്പിൽ ഏറ്റവും വലിയ തലവേദന അഭിമുഖീകരിക്കാൻ പോകുന്നത് അമേരിക്കയായിരിക്കും. കാര്യം അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ വേണം, എന്നാൽ ചൈന വേണ്ട. ഈ ഒരു നിലപാട് വരുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഭീമൻ സൈനിക ശക്തിയുള്ള ചൈന തൊട്ട് തുർക്കി വരെ എന്ത് ചെയ്യുന്നുണ്ട്,
വാഗ്ദാനം നൽകി പിന്നിൽ നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് പാകിസ്ഥാന്റെ ധൈര്യവും. പാകിസ്ഥാൻ അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്നാൽ അത് അധികാലം പോകുമെന്ന് കരുതണ്ട. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികപരമായി പാകിസ്ഥാനെ വരിഞ്ഞു മുറുകാനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികളെ ഫലപ്രദമായി തടയാനായിട്ടുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി ഇതിനെ എങ്ങനെ തിരിച്ചടിക്കണമെന്നുള്ളത് അടുത്തൊരു സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടിയിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ കയറി ഒരു അടി കൊടുത്ത് പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞങ്ങ് പോയാൽ മതിയോ? ഒരു മറുപടി മാത്രം കൊടുത്താൽ മതിയോ? അത് ശാശ്വതമായൊരു മറുപടി ആകണ്ടേ, ഒരു പരിഹാരം ആവണ്ടേ? അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പായും പാകിസ്ഥാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രഹരമായി മാറുന്ന കാര്യത്തിലും സംശയമില്ല.